നമസ്കാരം. ശനിദേവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോ. ഏപ്രിൽ 20 ശനിയാഴ്ച ചന്ദ്രൻ ചിങ്ങത്തിന് ശേഷം കന്നി രാശിയിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. അതിനാൽ തന്നെ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി തിഥി കൂടിയാണ് ഇന്നേ ദിവസം. ഈ ദിവസം ധ്രുവയോഗം, ത്രിപുഷ്കരയോഗം, പൂരം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും സംഭവിക്കുന്നതാകുന്നു. അതിനാൽ ഇന്നത്തെ ഈ ദിവസത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഇതിനാൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കുക. അവരുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ശനി മൂലം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. ഏപ്രിൽ 20 മേടം രാശിക്കാർക്ക്, അതായത് ഇന്ന് മേടം രാശിക്കാർക്ക് അനുകൂലമായ ദിവസമാണ്. ഇന്നു മുതൽ ചില അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. ശനിദേവന്റെ കടാക്ഷം മൂലം ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ, പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് ഇത്. ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ, നേരിടുവാൻ സാധിക്കുന്നതായ അവസരം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, ജോലിയിൽ പൂർണ്ണമായും അർപ്പണബോധം പ്രകടിപ്പിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അവിവാഹിതരായ വ്യക്തികൾക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കുന്നതായ സമയം. വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളുടെ കുടുംബത്തിലും വളരെയധികം സന്തോഷം പകർന്ന് നൽകുന്നതായ കാര്യമായി മാറും. പരസ്പര സ്നേഹം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. ധനപരമായ നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങൾ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമായി തന്നെ കണക്കാക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ലഭിക്കുവാൻ ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുക. ശനിദേവന് കടുകെണ്ണ അർപ്പിച്ച് രാവിലെയും വൈകുന്നേരവും ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഐം ഹ്ലീം ശ്രീ ശനീശ്വരായ നമഃ. ഓം ഐം ഹ്ലീം ശ്രീ ശനീശ്വരായ നമഃ. ഓം ഐം ഹ്ലീം ശ്രീ ശനീശ്വരായ നമഃ. ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക. 11 തവണയെങ്കിലും ജപിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മറ്റൊരു രാശി കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാർക്ക് ഏപ്രിൽ 20 ഇന്നു മുതൽ ശുഭകരമായ ദിവസങ്ങൾ തന്നെ കടന്നു വരും. കർക്കിടകം രാശിയിലുള്ള ആളുകൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൈവരും. അതായത് ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച, പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ തേടി വരിക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും. പണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭാവിയിൽ ശുഭകരമായ ലാഭം അല്ലെങ്കിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയങ്ങൾ വന്നു ചേരും. ശനിദേവന്റെ അനുഗ്രഹത്താൽ ഒരു തടസ്സവുമില്ലാതെ തന്നെ ജീവിതത്തിൽ വിജയങ്ങൾ, ജോലിയിൽ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ അവസരങ്ങൾ സംജാതമായി തീരും. ആരോഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. രോഗദുരിതങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയികൾക്കും അനുകൂലമാണ് സമയം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ സമയങ്ങൾ തേടിയെത്തും. നല്ല സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബജീവിതം സന്തോഷകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. എന്നാൽ ഞാൻ ഈ പറയുന്ന പരിഹാരം കൂടി നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു. അത് തടസ്സങ്ങൾ കൂടാതെ ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മാനസിക സമാധാനത്തിനും ഉയർച്ചയ്ക്കും എല്ലാ ശനിയാഴ്ചയും ഉറുമ്പുകൾക്ക് അരിമാവും കറുത്ത എള്ളും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും.
മറ്റൊരു രാശി കന്നിരാശിയാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 20 ഇന്നു മുതൽ ശുഭകരമായ ദിവസങ്ങൾ വന്ന് ചേരുകയാണ്. അതിനാൽ തന്നെ ഈ സമയം കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് പല രീതിയിലുള്ള പിന്തുണകൾ ലഭിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ്. നിങ്ങൾ ജീവിതത്തിൽ ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ജോലി സംബന്ധമായി അനുകൂലമായ വാർത്തകൾ കേൾക്കാം. തൊഴിൽപരമായി വളരെയധികം ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെലവുകൾ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും. ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരുമായുള്ള ബന്ധം ഏറ്റവും മികച്ചതായി തന്നെ തീരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അനുഭവ പരിചയമുള്ള വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. തന്മൂലം പല കാര്യങ്ങളിലെ പ്രശ്നങ്ങളും പരിഹരിച്ച് നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബജീവിതം ഏറ്റവും സന്തോഷപ്രദമായി മാറും എന്ന കാര്യവും ഓർക്കുക. സുഹൃത്തുക്കളുമായുള്ള ബന്ധം മികച്ചതായി തീരും. അതിനാൽ തന്നെ പല രീതിയിലുള്ള സഹായങ്ങൾ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ശനിദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ആരോഗ്യപരമായ ഉയർച്ചയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ സമയങ്ങൾ എന്ന് തന്നെ പറയാം. കാരണം ഭാഗ്യം ഇവരെ തേടിയെത്തുന്നു എന്നതാണ് വാസ്തവം. അത് പല കാര്യങ്ങളിലും ഭാഗ്യം പ്രതീക്ഷിക്കാം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കും. ജോലി സ്ഥലത്ത് പുരോഗതിക്കുള്ള വഴി തുറക്കുകയും വിജയവും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ മടിയും പല രീതിയിലുള്ള ആലസ്യങ്ങളും ഒഴിവാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശനിദേവന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. ശനിദേവന്റെ അനുഗ്രഹത്താൽ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുങ്ങും. കരിയറുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സുവർണ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പണം സമ്പാദിക്കുന്നതിൽ നിങ്ങൾ വിജയങ്ങൾ കൊയ്യും. ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. അത്തരം തർക്കങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം അനുകൂലമാണ് നിങ്ങൾക്ക് എന്ന ചിന്താഗതി നിങ്ങൾക്ക് വരേണ്ടതാകുന്നു. ഈ നക്ഷത്രക്കാർ ഏവരും പരമശിവനെ ആരാധിക്കുന്നത് വളരെ ശുഭകരമാകുന്നു. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ശുഭകരമാണ്. ശനിയാഴ്ച ദിവസം ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധന തൊഴുന്നതും ശുഭകരമാകുന്നു. കൂടാതെ ശനിയാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് ശനിദേവന് നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാകുന്നു. ഇന്നേ ദിവസം ഈ ഒരു കാര്യം കൂടി ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക.